ഹായ് വേഴ്സ്, വെൽക്കം ബാക്ക് ടു കാർഡ് അറിവ്. CF മോട്ടോ എന്ന് പറഞ്ഞ ഒരു ചൈനീസ് ബ്രാൻഡ് നമ്മുടെ ഇന്ത്യയിലുള്ള കാര്യം പലർക്കും അറിയായിരിക്കും. ആ ഒരു ബ്രാൻഡ് നോക്കിയാൽ അവരുടെ എഞ്ചിനും കാര്യങ്ങളൊക്കെ അവർ കയറ്റിയും അവർ ഷെയർ ചെയ്യുന്നൊക്കെ ഉണ്ട്. പക്ഷേ ഇപ്പോൾ നോക്കുകയാണെങ്കിൽ അവരുടെ ഓപ്പറേഷൻ കാര്യങ്ങളൊക്കെ ഇന്ത്യയിൽ മന്ദഗതിയാണ്. പലയിടത്തും ഷോറൂമുകളൊക്കെ അടച്ച് അവർ ഇന്ത്യയിൽ നിന്ന് പോകുക എന്നൊക്കെ പറയുന്നുണ്ട്. പക്ഷേ അവർ പുതിയൊരു വണ്ടി US ലോഞ്ച് ചെയ്തിട്ടുണ്ട്. അതിൻ്റെ പേര് ഐബെക്സ് എന്നാണ്. ഐബെക്സ് 450 എന്ന് പറഞ്ഞ ഒരു ADV ബൈക്കാണ് അവർ ലോഞ്ച് ചെയ്തേക്കുന്നത്. അപ്പം ഈ ഒരു ബൈക്ക് നോക്കിയാൽ നമ്മുടെ ഇന്ത്യയിൽ വന്നേക്കുന്ന ഏറ്റവും പുതിയ ഹിമാലയൻ 450ക്ക് വേണമെങ്കിൽ ഒരു ഡയറക്റ്റ് ഡ്രൈവിൽ നിന്ന് വിളിക്കാൻ പറ്റിയ വണ്ടിയാണിത്. അങ്ങനെ തന്നെ ഇതിൻ്റെ ലുക്കിനെ കുറിച്ച് പറയുകയാണെങ്കിൽ നമുക്ക് ഒറ്റ നോട്ടത്തിൽ ഓർമ്മ വരുന്നത് യമഹയുടെ T7 ആണ്. യമഹയുടെ T7 അതേപോലെ തന്നെ ആഫ്രിക്കൻ യൂണിയൻ്റെയൊക്കെ ഒരു ഇൻസ്പിറേഷൻ എന്ന് ഡിസൈനെ പറയാം. പക്ഷേ ഹെഡ്ലാമ്പിൻ്റെ ഡിസൈനിലൊക്കെ മാറ്റമുണ്ട്, എങ്കിലും അതിൻ്റെയൊക്കെ ഒരു ഇൻസ്പിറേഷൻ പോലെ ഇരിക്കുന്നത്. അതായത് ഒരു ഡെക്കാർ ബൈക്കിൻ്റെ ഡിസൈനൊക്കെ ഇൻസ്പയർ ആക്കിയാണ് ഡിസൈൻ ചെയ്ത് വെച്ചേക്കുന്നത്. പക്ക ഒരു ADV ബൈക്ക് എങ്ങനെ ഇരിക്കുന്നത് അതേപോലെ തന്നെയാണ് ഈ വണ്ടി ഡിസൈൻ ചെയ്ത് വെച്ചേക്കുന്നത്. കേവലം വണ്ടിയുടെ ലുക്ക് മാത്രമല്ല, വണ്ടിയുടെ ആ ഒരു സ്പെക്കും കാര്യങ്ങളെല്ലാം ട്രൂ ആയിട്ടുള്ളൊരു ADV ബൈക്ക് പോലെ തന്നെയാണ്. നല്ല റിലാക്സ് ആയിട്ട് നല്ല ഉയർന്ന ഹാൻഡിൽ ബാറൊക്കെ കൊടുത്ത് നമ്മളത് പക്ക കംഫർട്ടബിൾ ആയിട്ടാണ് ബൈക്ക് ഇരിക്കുന്നത്. പിന്നെ നോക്കുകയാണെങ്കിൽ 200 mm ട്രാവലുള്ള സസ്പെൻഷൻ വണ്ടിക്ക് കൊടുത്തേക്കുന്നത്. അതായത് രണ്ട് സസ്പെൻഷനും അഡ്ജസ്റ്റബിൾ ആണ്. ഫ്രണ്ടിലെയും റെയിലും സസ്പെൻഷൻ അഡ്ജസ്റ്റബിളും ആണ്. 200 mm ട്രാവലും കൊടുക്കുന്നുണ്ട്. പിന്നെ ഫ്രണ്ടിലെ വീൽ നോക്കുകയാണെങ്കിൽ 21 ഇഞ്ചിൻ്റെ വീൽസാണ്. റിയറിൽ നോക്കുകയാണെങ്കിൽ 18 ഇഞ്ചിൻ്റെ വീൽസാണ് കൊടുത്തേക്കുന്നത്. പിന്നെ ഒരു ADV ബൈക്കിന് വേണ്ട ഏറ്റവും ഇമ്പോർട്ടൻറ്റ് കാര്യമാണ് നല്ലപോലെ തന്നെ ഫ്യൂൽ ടാങ്ക് കപ്പാസിറ്റി ഉണ്ടായിരിക്കണം. ഈ വണ്ടിക്ക് നോക്കുകയാണെങ്കിൽ ഏകദേശം 17.5 ലിറ്ററോളം ഫ്യൂൽ ടാങ്ക് കപ്പാസിറ്റി വരുന്നുണ്ട്. അതായത് നമ്മുടെ ഹിമാലയൻ 450നെക്കാളും ഏകദേശം 0.5 ലിറ്ററോളം ഫ്യൂൽ ടാങ്ക് കപ്പാസിറ്റി ഇതിന് കൂടുതലാണ്. പിന്നെ നോക്കുകയാണെങ്കിൽ ഒരു 5 ഇഞ്ചിൻ്റെ കളർ TFT ഡിസ്പ്ലേ കൊടുത്തിട്ടുണ്ട്. അതിൽ നമുക്ക് ബ്ലൂടൂത്ത് കണക്ടിവിറ്റി ഉണ്ട്, ഫോൺ കണക്ട് ചെയ്യാം. അങ്ങനെ പുതിയ വണ്ടികളിൽ കാണുന്ന എല്ലാ ഫീച്ചേഴ്സും അതിൽ കൊടുത്തിട്ടുണ്ട്. അതേപോലെ തന്നെ സ്വിച്ചബിൾ ആയിട്ടുള്ള ബോഷിൻ്റെ ABS ആണ് വരുന്നത്. നമുക്ക് വേണമെങ്കിൽ റിയർ വീലിലെ ABS നമുക്ക് ഡിസ്കണക്ട് ചെയ്യാൻ പറ്റുന്നതാണ്. അതേപോലെ തന്നെ സ്വിച്ചബിൾ ആയിട്ടുള്ള ട്രാക്ഷൻ കൺട്രോളും കാര്യങ്ങളൊക്കെ ഈ ഒരു വണ്ടിയിൽ കൊടുത്തിട്ടുണ്ട്. ഫുള്ള് LED ലൈറ്റുകളാണ് വരുന്നത്. ഇനി ഏറ്റവും ഇമ്പോർട്ടൻ്റ് ആയ കാര്യം ഇതിൻ്റെ എഞ്ചിനാണ്. എഞ്ചിൻ നോക്കുകയാണെങ്കിൽ 449 cc ലിക്വിഡ് കൂൾഡ് പാരലൽ ട്വിൻ എഞ്ചിനാണ് ഈ വണ്ടിക്ക് കൊടുത്തേക്കുന്നത്. അതായത് 270 ഡിഗ്രി ക്രാങ്ക് ഒക്കെയാണ് ഇതിന് വരുന്നത്. ഇതിൻ്റെ മാക്സിമം പവർ എന്ന് പറയുന്നത് 45 HP 8500 RPM അതേപോലെ തന്നെ 44 ടോർക്ക് 6250 RPM പ്രൊഡ്യൂസ് ചെയ്യുന്നു. പിന്നെ വളരെ ഇമ്പോർട്ടൻ്റ് ആയ കാര്യം, വണ്ടിക്ക് വെയിറ്റ് നല്ലപോലെ തന്നെ കുറവാണ്. വെറും 175 കിലോഗ്രാം മാത്രമേ വണ്ടിക്ക് വെയിറ്റ് വരുന്നുള്ളൂ. പിന്നെ ഇതിപ്പോൾ ലോഞ്ച് ചെയ്തേക്കുന്നത് അമേരിക്കയിലാണ്. അമേരിക്കയിൽ ലോഞ്ച് ചെയ്തേക്കുന്ന ആ ഒരു പ്രൈസ് നമ്മുടെ ഇന്ത്യൻ മണിയിലേക്ക് കൺവേർട്ട് ചെയ്യുകയാണെങ്കിൽ ഓൾമോസ്റ്റ് 5 lakhs ഇതിന് വില വരുന്നുണ്ട്. പിന്നെ ഈ വണ്ടി ഇന്ത്യയിൽ വരുന്ന കാര്യം നമുക്കൊന്നും പറയാൻ പറ്റില്ല. ഈ ഒരു CF മോട്ടോ എന്ന് പറഞ്ഞ ബ്രാൻഡ് തന്നെ ഏതാണ്ട് ഇന്ത്യയിൽ നിന്ന് പോയൊരു മട്ടാണിത്. അപ്പോൾ ഇത് ഇന്ത്യയിൽ ലോഞ്ച് ചെയ്യോ ഇല്ലയെന്നൊക്കെ പ്രത്യേകിച്ചൊന്നും ഉറപ്പിച്ച് പറയാൻ പറ്റത്തില്ല. ഈ ഒരു വീഡിയോ ഇഷ്ടപ്പെട്ടെങ്കിൽ ലൈക്ക് ചെയ്യുക, നിങ്ങളുടെ അഭിപ്രായങ്ങൾ കമൻറ്റുകളായി രേഖപ്പെടുത്തുക. ഇനി ഇതേപോലത്തെ വീഡിയോകൾ കാണാൻ ദയവായി ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക, ആ ബെൽ ഐക്കൺ കൂടി എനേബിൾ ചെയ്യുക. പുതിയൊരു വീഡിയോയുമായി ഉടനെ കാണാം.